ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ കുറേ പാട്ട് പാടി. ഇനിയൊരു കുറച്ച് സമയം ഒരു കുറച്ച് തമാശ കേട്ടാലോ? There is a person all the way from India. He is having a eminent, maybe you can throat and a good speaking sense. So I want to welcome one and only Kalapuvan Satish. എല്ലാവരും കൈയൊന്ന് കൊട്ടി. നമസ്കാരം കുവൈറ്റ്. നമസ്കാരം കുവൈറ്റ്. വണക്കം, ധന്യവാദ്. ഇത്ര പോരെ? ആദ്യത്തെ സ്റ്റേജിൽ ഇതെല്ലാം പറഞ്ഞിട്ടും പോരായി വന്നു. അറബി കൂടി പറയേണ്ടി വന്നു. എനിക്ക് പറയാറിയാതെ സ്റ്റീഫനാ പറഞ്ഞത്. റിയാലിറ്റി ഷോകളിൽ ഏറ്റവും ശ്രദ്ധേയമായ റിയാലിറ്റി ഷോ ആയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ. ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ പാട്ടുകാരെക്കാളും കൂടുതൽ ഇളങ്ങിയത് ഇതിൻ്റെ ജഡ്ജസാണ്. 3 ജഡ്ജസിൻ്റെ നടന്ന ഒരാൾ സംഗതി പോരാന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. എപ്പോഴാണ് തിരിച്ചു വരികയെന്ന് അറിയില്ല. ഇതിനിടയിലാണ് ഇനിയും തുടങ്ങാൻ പോകുന്നതെന്ന് കേൾക്കുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ അവതരണം എടുത്തു പറയേണ്ടതാണ്. മലയാളം കുറച്ച് അറിയുന്ന രഞ്ജിനി ഹരിദാസിൻ്റെ അവതരണം എനിക്ക് കണ്ടപ്പോൾ എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ തോന്നി. ഞാൻ കണ്ട എപ്പിസോഡ് ഇങ്ങനെയായിരുന്നു: ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5. ഐഡിയ സ്റ്റാർ സിംഗിന്റെ 55ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു പൊതുവേദിയിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കൂ. പിന്നെ എന്തൊക്കെയാ കാണിക്കേണ്ടത് യാതൊരു പെടുത്തൂല്ലേ. കുട്ടി എന്നിട്ട് പറയാണ്, ഫാബുലസ് ജഡ്ജസിനെ സ്വാഗതം ചെയ്യാൻ ശ്രീയേട്ടാ, ശരത് സാർ, ദിത്തി. ഞാൻ ആലോചിക്കുക, 2 ജഡ്ജും കൂടി ഉണ്ടെങ്കിൽ കുട്ടി എവിടെ തട്ടും? ശരീരത്തിലെ സ്ഥലം കഴിഞ്ഞെന്നേ 2 സെന്റ് വേറെ മേടിക്കണം. കണ്ണാടി എന്ന പരിപാടി ഗോപകുമാർ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നു. കണ്ണാടി പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണാടിയുടെ ഈ ലേഖം കാരിച്ചിരുന്നത് ആട്ടപ്പാടിയിലേക്കാണ്. സന്തോഷം, നന്ദി, നമസ്കാരം. എന്റെ കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ സിയബ്, താരം തന്റെ മറ്റവരെ കൂടി എന്നെ എടുത്തിട്ട കൊലത്തും. ശേഖർ അറിയാലോ നിനക്ക് മുതലാളിയെ, ഭയങ്കര കടച്ചക്കാരനാ. അങ്ങനെ ഇതുപോലെ ഈ ജനാർദ്ദൻ്റെ വോയിസിൽ നിന്ന് പിന്നീട് മാറ്റം ഞാൻ കണ്ടത് ഇപ്പോൾ കൊമേഡിയനാണ്. നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു ജനാർദ്ദൻ ഏതാ വെച്ചാൽ ഇപ്പോൾ ഇതാണ്. അവന്റെ 2 കാലം തള്ളി കൊടുക്കടാ. നീരങ്കപ്പനല്ലടാ പൊന്നപ്പൻ, പൊന്നപ്പൻ സദ്യവേ അറിഞ്ഞില്ലേ? എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആയത്. താങ്ക് യു. പിന്നീട് വ്യത്യാസം കണ്ടൊരു നടനാണ് ഇന്നസെന്റ്. ഇന്നസെന്റിന്റെ നമുക്കറിയാം, മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന ഇന്നസെന്റ് കൊമേഡിയനാണ്, തൃശ്ശൂർക്കാരനാണ്. ആ ഇന്നസെന്റ് എന്തായിരുന്നു? ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് നോക്കിയാ ഞാൻ ഇവിടെ ഇല്ലേ? എന്തിനാ ഈ ചേട്ടൻ ഇങ്ങനെ ഇരിക്കണേ? ചേട്ടൻ ഇങ്ങനെ മുമ്പുണ്ടായിണ്ട ഗോപാലകൃഷ്ണൻ, നിനക്കുണ്ടായിണ്ട? ഇവനുണ്ടായിട്ടില്ല, എനിക്കുണ്ടായിണ്ട്. ഈ ടീൻ്റൂണിയാണെങ്കിൽ ആടൂട്ടാ. ഇന്നലെ ആടി, മറ്റന്നാ ആടുമെന്നറിയില്ല. രാഘവോ, ദാസപ്പോ, നിന്നില്ല. ഈ തടി സാമാനങ്ങൾ 2 വലി അത്രയല്ലേ നിന്നോട് പറഞ്ഞോളൂ. അതിന് നീ എന്താ വിളിച്ചിരുന്നാ വേണ്ടി അടിക്കണേ? എന്റെ രാമൻകുട്ടി നായന്റെ മകനോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞ ചോറെടുത്ത്. അപ്പം എൻ്റെ അമ്മയുടെ തെറി പറഞ്ഞതല്ല കുട്ടി, ഇവന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത് എൻ്റെ വീട് നിന്നിട്ട് എന്നോട് ഇങ്ങനെ കാണിക്കണേ. ഇങ്ങനെ മുമ്പുണ്ടായിണ്ട്. ഈ ഇന്നസെന്റ് രാവണപ്രഭു എന്ന ചിത്രം വന്നപ്പോൾ മാറി ഒരു വയസ്സൻ വേഷം. പഴയ നീലകണ്ഠന്റെ കാര്യസ്ഥൻ ഇങ്ങനെയാണ് പറഞ്ഞത്: എന്താ ഈ കാണിക്കണേന്നോ? അങ്ങോട്ട് മാറി നിക്ക. അവിടെ ചോദിച്ചപ്പ പറയണതേ, ഇവിടെ ചോദിക്കാൻ ഞങ്ങളുടെ നല്ല ചീരയുടെ വിത്ത് കൊടുക്കാണ്ട്, ഇവിടെയാണെങ്കിൽ കുമ്പളങ്ങയുടെ വിത്ത് തരാണ്ടെന്നും കേട്ടു. നിനക്ക് മാത്രം ചികിത്സിക്കാനുള്ള ആശുപത്രിയാണെങ്കിൽ കുഷ്ഠരോഗാശുപത്രിന്ന് പോടുക. അല്ലാതെ ഇപ്പൊ എന്തായി ഞാൻ പറയാ എൻ്റെ കുട്ടിയെ? നീല മലയാള സിനിമയില് ഈ ചാന്തുപൊട്ട് എന്ന് പറഞ്ഞൊരു ചിത്രമാണ്. ദിലീപിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലിബർ കാണാൻ പറ്റിയ ഒരു ചിത്രം. എന്തായാലും എൻ്റെ സിനിമകൾ സ്വീകരിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. വിനയൻ: എനിക്കാരും പേടിയില്ല. മലയാള സിനിമയിൽ ഒരു പുതിയ ചിത്രത്തെക്കുറിച്ച് എത്തിച്ചു വരികയാണ്. ഡൂമപ്പെട്ടിൻ്റെ ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിൻ്റെ 2ാം ഭാഗം. അതിലാരും ഒന്നും മിണ്ടുന്നില്ല. എനിക്കാരും പേടിയില്ല എന്ന് പറയുന്ന മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്: വിഷ്ണു, ഇതാ വിഷ്ണുവിൻ്റെ കയ്യിലുള്ള 500 രൂപ നോട്ട്. റൈറ്റ്?
ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇത് വേണിച്ചൻ്റെ കയ്യിലുള്ള മറ്റൊരു 500 രൂപ നോട്ടാണ്. ഈ 2 നോട്ടുകളും വിഷ്ണു ഇന്ന് അങ്കിളുടെ പോക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് മാജിക്കിൻ്റെ ടേണിംഗ് പോയിന്റ്. ഈ 1000 രൂപ അങ്കിളുടെ പോക്കറ്റിൽ എത്തിയപ്പോൾ അങ്കിൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ? ഈ മാജിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അനൂപ് ചന്ദ്രൻ, പഴന്തൂണി എന്ന കഥാപാത്രമാണ് ഏറ്റവും ഫേമസ്. അദ്ദേഹം പറയുന്നു, അളിയ MCOM പഠിക്കണ സുഷമയുടെ കല്യാണോ നാളെ, അവർക്കൊക്കെ പിന്നെന്തു ആവാലോ. ആ എന്ന് പറയുന്ന ഒരാൾ. TS രാജു, നാടകരംഗത്ത് നിന്നാണ്. അദ്ദേഹം പറയും, വിലാസിന് എന്റെ മോളുടെ ഫീസ് കൊടുത്തില്ല. 10,000 rupees ഉണ്ടോ? നിന്റെ കയ്യിലുണ്ടോ? കസ്തൂരിമാൻ എന്ന ചിത്രത്തിൽ പലിശക്കാരനായി കലാശാല ബാബു എന്ന് പറഞ്ഞു. ജോസേ പന്ന പട്ടി കഴിവറവനെ, നിനക്ക് എത്ര തിണ്ടാ? 1 2 അല്ല, 10 ലക്ഷം അടി ചാക്ക.